عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فأدركنا. സമാദരണീയരായ മുഅ്മിനുകളെ, സുപ്രധാനമായ സന്ദർഭത്തിൽ ജുമുഅയ്ക്ക് ശേഷം ഈ നാട്ടിൽ നിന്ന് പരലോക പൗരത്വം സ്വീകരിച്ച് ഖബറിൽ കിടക്കുന്ന ഒരു സഹോദരന് വേണ്ടി തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്തതിനു ശേഷം വളരെ കുറഞ്ഞ സമയത്തിൽ ലളിതമായ ദീനിയായ ചർച്ചകൾക്ക് വേണ്ടി നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ സമയം ഒരു പ്രസംഗം അപ്രസക്തമാണ് എന്നതുകൊണ്ട് ഏതാനും ചില അക്ഷരങ്ങൾ എന്റെ ഓർമ്മയിലും നിങ്ങളുടെ ശ്രദ്ധയിലും പെടുത്തി ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ്. നമ്മൾ എന്തിനാണ് ഈ ഒരുമിച്ച് കൂടിയത്? യൗമുൽ ജുമുഅയിലാണ്, ജംഇന് വേണ്ടി മാറ്റപ്പെട്ട യൗമാണ്, ഒരുമിച്ച് കൂട്ടാൻ. ഈ ഒരാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗമമാണിത്. ഇനി അടുത്തൊരു വെള്ളിയാഴ്ചയിൽ എങ്ങനെയുള്ളൊരു സംഗമത്തിന് നമ്മുടെ ആയുസ് അള്ളാഹു സൗകര്യം ചെയ്തു തരുമോ എന്ന് നമുക്കറിയില്ല. അള്ളാഹു ഒരുപാട് വെള്ളിയാഴ്ചകളെ തഖ്വയോടെ സ്വാഗതം ചെയ്യാൻ നമുക്ക് അവസരം നൽകട്ടെ. സുപ്രധാനമായ ഒരു ദിവസത്തിൽ, പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൽ, ഉത്കൃഷ്ടമായ ഒരു സമയത്തിൽ, ആകർഷണീയമായ വേഷവിധാനത്തോടുകൂടി ഒരു നേതൃത്വത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയതും ഇവിടെ ചെയ്തതും അതിന്റെ ആകത്തുക ബഹുമാനപ്പെട്ട ഖത്തീബ് മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അയ്യുഹന്നാസ് എന്നാണ് വിളിച്ചത്. ഓ മനുഷ്യരെ എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. നാസി എന്ന വാക്ക് നസിയ എന്ന ഫെയിലിൽ നിന്ന് വന്നതാണ്. അതിന്റെ അർത്ഥം മറന്നവരെ എന്നാണ്. നാസ് എന്ന അറബിയിൽ പറഞ്ഞാൽ മറന്നവൻ എന്നാണ്. മനുഷ്യൻ എന്നതിന് ഒരുപാട് വാക്കുകൾ വേറെ ഉണ്ട്. പക്ഷെ ഖുത്ബയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് യാ അയ്യുഹന്നാസ് എന്നാണ്. ഓ മറന്നവരെ എന്നാണ്. അപ്പൊ ഒരു ഓർമ്മപ്പെടുത്താനാണ് ഒരുമിച്ച് കൂടെ. മനുഷ്യൻ സത്യത്തിൽ മറവിയില്ലെങ്കിൽ മനുഷ്യൻ മലക്കിനെ മുസാഫത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉയരുമായിരുന്നു. നമ്മളൊക്കെ ഒരു മറവിയിലാണ്, മറവിയുടെ ഒരു ഉറക്കിലാണ്. അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻതബഹു നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഖത്തീബ് ഉപയോഗിച്ചത് ഓസീക്കും എന്നാണ്. വസിയത്ത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം പറയുമ്പോൾ പ്രത്യേക ഗൗരവത്തിൽ അത് ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന വസിയത്ത് വാക്ക് കടന്നു വന്നത്. വസിയത്ത് പറഞ്ഞിട്ട് ഞാൻ വസിയത്ത് ചെയ്യാട്ടോ, ഇത് കൽപ്പിക്കാട്ടോ എന്ന് പറഞ്ഞാൽ, ഇത് ഉണർത്താട്ടോ എന്ന് പറഞ്ഞാൽ, ഇത് ഉപദേശിക്ക എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ ഒരു ഗൗരവം ഇത് വസിയത്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളും. ആ നിലയിൽ പറയുകയാണ്, അയ്യുഹന്നാസ്, ഓ മറന്നവരെ, ഊസീക്കും ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാ അല്ലാഹുവിന് തഖ്വ ചെയ്യണം എന്നതുകൊണ്ട്. ആ തഖ്വ, അതിന് വസിയത്ത് ചെയ്യാനും അത് കേൾക്കാനും ഉൾക്കൊണ്ട് ജീവിക്കുമെന്ന് ശപഥം ചെയ്യാനുമാണ് ഈ പ്രത്യേക രൂപഭാവ സ്വഭാവ ക്രമീകരണത്തിൽ ചിട്ടയോടെ മട്ടത്തോടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്. അത് അള്ളാഹു ഉൾക്കൊണ്ടാർ അതിന്റെ പൂർണ്ണ അർത്ഥതലത്തെ സാക്ഷാത്കരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറവിയുടെ മയക്ക് പായസം കുടിച്ചുകൊണ്ട് ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് തഖ്വയുടെ വസിയത്ത് കൊണ്ട് നന്മയിലേക്ക്, ആത്മാർത്ഥതയിലേക്ക്, മാനസികമായ വിശുദ്ധിയിലേക്ക് സടകുടഞ്ഞു നിൽക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന കുറെ സന്ദർഭമുണ്ട്. അത് രാവിലെ ആണോ അതോ ഇമാമ മിമ്പറിന്റെ മുകൾക്ക് കയറുന്ന സമയത്താണോ അത് രണ്ട് ഖുതുബക്കിടയിലാണോ എന്നൊക്കെ ചർച്ച ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞു. പക്ഷെ നിസ്കാരത്തിന് ശേഷമാണോ എന്ന ചർച്ച ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ സമയം അതിന് പറ്റുന്നതാണ്. അസറിന്റെ ശേഷമാണെന്ന അഭിപ്രായമുണ്ട്. അങ്ങനെയെങ്കിൽ സമയം ഇനി നീണ്ടു കിടക്കുകയാണ്. അതുകൊണ്ട് ഈ സംഗമം നാളെ സ്വർഗീയ സംഗമത്തിനുള്ള സബമായി ഹേതുകമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും പിഴവുകളുടെ കൂമ്പാരങ്ങൾ തന്നെയും പടച്ചവൻ നമുക്ക് മാപ്പ് നൽകട്ടെ. മേലാൽ പാപരാഹിത്യ സംശുദ്ധ ജീവിതം നയിച്ച് മുത്തക്കയങ്ങളുടെ അതിമന്ദിരമായ സ്വർഗീയ ഉദ്യാനത്തിന്റെ നടുക്കളത്തിൽ അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ള വലിയ മണിമന്ദിരങ്ങളിൽ ഉല്ലസിക്കാൻ, അള്ളാഹുവിന്റെ ലിഖാഹ് കൊണ്ട് ആസ്വദിക്കാൻ, സുഖിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ്. നരകങ്ങനെ തിളച്ച് മറിയുന്ന സമയമാണത്. ഉച്ച നരകങ്ങനെ തിളച്ച് മറിയുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് 4 റക്അത്ത് ളുഹർ നിർബന്ധാക്കിയത്, ആ നരകത്തിന് രക്ഷപ്പെടാൻ. അസറിന്റെ സമയത്താണ് ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട ഒരു പഴം തിന്നത്. അതുകൊണ്ടാണ് അസർ 4 റക്അത്ത് അള്ളാഹു ആ സമയത്ത് നിർബന്ധാക്കിയത് എന്ന് ആരിഫ്യങ്ങൾ പറയുന്നു. വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. മഗ്രിബോ ആ സമയത്താണ് ആദം അലൈഹി ഇസ്ലാമിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചത്. അപ്പൊ ശുക്രാൻ. ഇശായോ അത് ഇരുൾ മുറ്റിയ സമയമാണ്, ഖബറിന്റെ ഇരുട്ടയെ ഓർക്കാനാണ്. സുബ്ഹിയോ അത് സൂര്യോദയത്തിന്റെ തൊട്ടു മുമ്പാണ്, മനുഷ്യന്റെ ജന്മവുമായി ബന്ധപ്പെട്ടതാണത്. ഇങ്ങനെ ഓരോ സമയങ്ങളിൽ അല്ലാഹു പ്രത്യേകമായ ചില അമലുകൾ നിർണയിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഞാനിവിടെ വന്നതും 100ാം വാർഷിക സമ്മേളനം ഈ മഹല്ലിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചതിന്റെ ഒരു അറിയിപ്പുമായിട്ടാണ്. 100 കൊല്ലം എന്ന് പറഞ്ഞാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഓരോ 100 കൊല്ലത്തിന്റെയും തലപ്പത്ത് ആരംഭത്തിലോ ഒരു മുജദ്ദിദ് കടന്നു വരുന്നതാ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, 100 കൊല്ലമാകുമ്പോൾ എന്തിനാ മുജദ്ദിദിനെ കൊണ്ടുവരുന്നത്? 100 കൊല്ലാകുമ്പോൾ എന്തിനാ മുജദ്ദിദിനെ കൊണ്ടുവരുന്നത്? അതിന് മഹാന്മാരായ ആരിഫീങ്ങൾ കൊടുത്ത മറുപടികളിൽ ഒന്ന്, ഒരു 100 കൊല്ലാകുമ്പോഴേക്ക് ഒരു തലമുറ മൊത്തം നശിച്ചിട്ടുണ്ടാവും. വാപ്പ മോന്, മോന്റെ മോന്, മോനെ ഇങ്ങനെ വന്നിട്ട് ഒരു തലമുറ മൊത്തം. പിന്നെ ഒരു 100ാം കൊല്ലം ഒരു പുതിയ നൂറ്റാണ്ടാണ്, ഒരു പുതിയ തലമുറയാണ്. അപ്പൊ അവരിലേക്ക് വിശുദ്ധമായിട്ടുള്ള ദീനിന്റെ നിയമങ്ങളെ സുസ്ഥിരമാക്കാൻ, സമൂഹത്തെ സമുദ്ധരിക്കാൻ, പുനരുദ്ധാരണത്തിന് വേണ്ടി അള്ളാഹു മുജദ്ദിദിനെ രംഗത്തിറക്കുകയാണ് എന്ന് ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ആരിഫ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു 100 കൊല്ലം എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ്. ഈ മഹല്ലിൽ നിന്ന് കഴിഞ്ഞ 100 കൊല്ലങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ മീസാനും കാണുമ്പോൾ ഓർമ്മ വരികയാണ്. കണ്ടോ, വിശാലമായ പള്ളിപ്പറമ്പിൽ എത്ര ഐക്യത്തോടുകൂടിയാണ് മീസാനിന്റെ അടിയിൽ, മൂടുകല്ലിന്റെ അടിയിലായി പ്രിയപ്പെട്ട സഹോദരന്മാര് കിടക്കുന്നത്. കൊടിയുടെ കളറിന്റെ വ്യത്യാസത്തിൽ വിപ്ലവമില്ല, പ്രാസ്ഥാനിക പ്രതിനിധാനത്തിന്റെ മാറ്റത്തിലോ സംഘർഷമില്ല, കുടുംബ കലഹമില്ല, വിദ്വേഷമില്ല, വിയോജിപ്പില്ല, വാഗ്വാദമില്ല, പ്രതിഷേധമില്ല, പ്രതികാരമില്ല. മറിച്ച് ഓരോ
പല്ലുകൾക്കും താഴെയായി ജീവിതത്തിൽ അവരുടെ ആയുസ്സിനിടയിൽ ചെയ്തു പോയ പ്രവർത്തനങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഓരോ അനുഭവങ്ങളുമായി നമ്മളെ പോലെ ജുമാക്ക് പങ്കെടുത്തവരാ, നമ്മളെ പോലെ ഖുതുബ ഓതിയവരാ, പ്രഭാഷണം നടത്തിയവരാ, പ്രഭാഷണം ശ്രവിച്ചവരാ, ഭക്ഷണം കഴിച്ചവരാ, സന്തോഷിച്ചവരാ, സന്താപത്തിന് വിധേയരായവരാ, പരീക്ഷണത്തിൽ അകപ്പെട്ടവരാ, നിഅമത്ത് അനുഭവിച്ചവരാ, ജീവിതത്തിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് മണ്ണിന്റെ ഗർഭാശയമാകുന്ന കബറാകുന്ന ഇടുങ്ങിയ കല്ലറയിലേക്കുള്ള യാത്രയായ ദുന്നബിയായ ഈ പാലം കടക്കുമ്പോൾ ഓരോ ആളുകൾ എന്താണോ ചെയ്തത് ആ പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുമായി തുണിക്കഷ്ണത്തിൽ പൊതിയപ്പെട്ടവരായി ഇതേ സ്വഫിൽ ഇരുന്നിരുന്നവർ, ഇതേ പള്ളിയിൽ പങ്കെടുത്തിരുന്നവർ, ഇതേ മഹല്ലിൽ താമസിച്ചിരുന്നവർ, നമ്മൾ പാർക്കുന്ന വീട്ടിൽ കഴിഞ്ഞിരുന്നവര് ഇന്ന് കല്ലിന്റെ അടിയില. നാളെ നമ്മളും ആ അവസ്ഥയില. ആ ഒരു ഓർമ്മയാണ്, ഒരു ഓർമ്മ. അതിനെ അള്ളാഹു പിടിച്ചത് കാലത്തെയാണ്. കാലഘട്ടം തന്നെയാണ് സത്യം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിച്ചു പോകണം. എല്ലാ പരാജയവും വിജയവും കാണണമെങ്കിൽ കാലമാകുന്ന ദർപ്പണത്തിലൂടെ നോക്കണം. അതൊരു കണ്ണാടിയാണ്, അതൊരു ആൽബമാണ്. അതിങ്ങനെ മറിച്ചാൽ ഓരോ നൂറ്റാണ്ടിലെ ആളുകളുടെ ചിത്രം ഇങ്ങനെ കാണും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, എല്ലാ മനുഷ്യരും പരാജയത്തിലാണ്. അവിടൊക്കെ അറബ് ഭാഷ ശ്രദ്ധിച്ചാൽ ഹൃദയം വളരുന്ന, അല്ലെങ്കിൽ ചിന്തനീയമായ, അല്ലെങ്കിൽ മനുഷ്യന്റെ തലച്ചോറ് കലങ്ങിപ്പോകുന്ന രീതിയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നതും അൽ ഇൻസാനു ഫീ ഖുസ്ർ ഫിൽ ഖുസ്ർ എന്നതും രണ്ടാണ്. ഇന്ന സൈദൻ ലഖായിമുൻ എന്ന് പറഞ്ഞാൽ ഇനി സംശയിക്കുന്നവൻ പരമവിഡ്ഢിയാണ്. അൽ ഇൻസാനു ഫിൽ ഖുസ്ർ, മനുഷ്യൻ പരാജയത്തിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നൽ ഇൻസാന ഫിൽ ഖുസ്ർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യൻ പരാജയത്തിലാണ് എന്നാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശക്തമായി പറയുകയാണ്, നിസ്സംശയം നിസ്തർക്കം നാനാഭാഗങ്ങളിൽ നിന്നും പരാജയത്തിന്റെ കയ്പുനീര് മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരാജയത്തിന്റെ പരീക്ഷണത്തിന്റെ പാറക്കെട്ടുകൾ മനുഷ്യനെ നാനാഭാഗത്തു നിന്നും ഉരുണ്ടുവന്ന് ഞെക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പിഴിഞ്ഞു കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ പരീക്ഷണത്തിന്റെ നടുക്കളത്തിലാണ്. പക്ഷേ ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവരൊഴിച്ച്. ഈമാൻ അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽദറൂറ, അള്ളാന്റെ റസൂല് കൊണ്ടുവന്നതായി അനിഷേധ്യമായി അറിയപ്പെട്ടതൊക്കെ കൽബുകൊണ്ട് സംശയമില്ലാതെ വഹിക്കുന്നതാണ് ഈമാൻ. സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും ഒഴിച്ച്, അതല്ലേ വെള്ളിയാഴ്ചയിൽ പതിവായി പാരായണം ചെയ്യുന്ന പവിത്രമായ സൂറത്തുൽ കഹ്ഫിന്റെ പര്യാവസാനം കുറിക്കുന്നത് ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഈ ആയത്തോടിയിട്ടല്ലേ സൂറത്തുൽ കഹ്ഫ് നാം അവസാനിപ്പിച്ചതെങ്കിലോ അല്ലാഹു ആ ആയത്തിൽ പറയുന്നതെന്താ? സൃഷ്ടി തമ്പുരാനെ, സർവഗുണ സമ്പൂർണനെ, സർവഗുണ സമ്പൂർണനായ അർഹമുർ-റാഹിമീനായ വഹാബായ തവ്വാബായ ഫത്താഹായ റസാഖായ റഹ്മാനായ റഹീമായ ഖാദിറായ മുരീദായ റബ്ബുൽ ആലമീന, റബ്ബുൽ ആലമീന്റെ ലിഖാ ആകുന്ന അവർണ്ണനീയ അവാച്യാതിഗാംഭീര്യമായ ഭാഷ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ ആനന്ദമില്ലോ, ഏറ്റവും വലിയ സന്തോഷമില്ലോ, ഏറ്റവും വലിയ സുഖമില്ലോ. സ്വർഗത്തിൽ കടന്നൊരു മനുഷ്യനെങ്ങാനും പടച്ചവന്റെ ലിഖാവ് നിഷേധിക്കപ്പെട്ടാൽ ഒരു മിനിറ്റ് സ്വർഗത്തിൽ നിൽക്കാൻ കഴിയൂല എന്ന് അലിയാറ് പറഞ്ഞ സന്തോഷമില്ലേ?
ആ സന്തോഷമാകുന്ന സുഖത്തിന്റെ, സൗഭാഗ്യത്തിന്റെ, സംവിധാനത്തിന്റെ, സൗകര്യത്തിന്റെ പൂങ്കാവനത്തില് അല്ലാഹുവിന്റെ ലിഖാവ് ആരെങ്കിലും കൊതിച്ചാൽ ഫൽഅമൽ അമലൻ സാലിഹാ, അവൻ നല്ല പ്രവർത്തനം ചെയ്യട്ടെ, നല്ല പ്രവർത്തനം ചെയ്യട്ടെ. ഈമാൻ എന്നെ കൽബ് കയറിയാൽ പിന്നെ ദുനിയാവിലെ ഏത് പരീക്ഷണങ്ങളും പരാജയങ്ങളും എടങ്ങേറും ഏത് പ്രയാസവും അവന് പൂമാലയാണ്. കണ്ടോ നിങ്ങൾ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ ശത്രുക്കൾ പിടിക്കുകയാ, ചങ്ങലക്ക് കെട്ടുകയാ. അബൂ ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ തൊട്ടു മുമ്പിൽ കൊണ്ടുവന്നിട്ട് ചെമ്പ് വെച്ചുകൊണ്ട് അതിൽ സൈത്തണ്ണ ഒഴിച്ചുകൊണ്ട് ആ സൈത്തണ്ണ അതാ ചൂടാക്കിയിട്ട് എണ്ണ എരിവരി കൊള്ളുകയാ. അതിന്റെ പുക മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് വന്നുകൊണ്ട് മുടി കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏതാനും സമയം കഴിഞ്ഞാൽ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ ചെമ്പിലേക്ക് ഇറക്കിയിട്ട് ശവായിയാക്കാൻ പോവുകയാ, ഷവർമ്മയാക്കാൻ പോവുകയാ, തന്തൂരിയാക്കാൻ പോവുകയാ, പൊള്ളിക്കാൻ പോവുകയാ, പൊരിക്കാൻ അടുക്കുകയാ. ആ സമയത്ത് അബ്ദുല്ലാഹ് ബിൻ അബൂ ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുടിയതാ ചെമ്പിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ശക്തമായ വിഷപ്പുക തട്ടിയിട്ട് കരിഞ്ഞുകൊണ്ട് ചൂടാകുമ്പോ മാനവറുകൾ കരയുകയാ, പൊട്ടിക്കരയാണ്. അപ്പൊ ശത്രുക്കൾ പറഞ്ഞു, മതി 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 മതി, ഓ മതം മാറിക്കണം തോന്നുന്നുണ്ട്. കാരണം ഓനെ ചൂട് കണ്ടപ്പോഴേക്ക് കരയുന്നുണ്ട്. അതുകൊണ്ട് മാറ്റി നിർത്തിട്ട് ചോദിച്ചു, മുടി കരിഞ്ഞിട്ടുള്ളൂ, നീ ഒന്നായിട്ട് കരിക്കാൻ പോവാണ്, അതുകൊണ്ട് എന്താ കരയുന്നുണ്ട്? സന്തോഷായി, ഞാൻ പിന്നെ മാറല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശ്വാസത്തിൽ മാറല്ലേ? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ വിശ്വാസത്തിൽ ഒന്നൊരു ഇഞ്ച് പോലും പിന്നോട്ട് പോകൂല. കാരണം എനിക്ക് വേണ്ടത് പടച്ച തമ്പുരാന്റെ ലിഖാഅാണ്. ആ സമയത്ത് ശത്രുകിങ്കരൻ ചോദിക്കുകയാ, ഓ വിട്ടി, ഓ മൂദേവി, ഓ വിദ്വാനെ, പിന്നെ എന്തിനാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചൂടാക്കപ്പെട്ട എണ്ണയിൽ നിന്ന് ഹാവി പുറത്തേക്ക് തള്ളിയിട്ട് ആ പുകനിന്റെ മുടിയിൽ തട്ടിയിട്ട് മുടി അങ്ങ് കരിഞ്ഞപ്പോഴേക്ക് കരിഞ്ഞ സമയത്ത് നീ അങ്ങ് കരഞ്ഞില്ലോ, വിതുമ്പിയില്ലോ, ിലേക്ക് നിന്ന് വലിച്ചെറിയപ്പെടുമെന്ന് പേടികൊണ്ട് വേദനയായപ്പോൾ നീ കരഞ്ഞതല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, നിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുമോ? ആ സമയത്ത് മഹാനവറുകൾ പറയുകയാണ്, ഓ ശത്രുക്കളെ, ഞാൻ കരിഞ്ഞത് കൊണ്ടല്ല, മുടി ഉരുകിയിട്ട് എനിക്ക് വേദനയായതുകൊണ്ടല്ല, ഞാൻ കരഞ്ഞത് എന്റെ തൊലി ചൂടായതുകൊണ്ടല്ല, ഞാൻ പൊട്ടിക്കരഞ്ഞതുകൊണ്ട് ഏതാനും സമയം കഴിഞ്ഞാൽ ഈ എരിയിലെ കൊള്ളുന്ന ശക്തമായി ചൂടാക്കപ്പെട്ട എരിഞ്ഞു പൊരിയുന്ന ഈ തീജ്വാല കൊണ്ട് നിറക്കപ്പെട്ട ഈ എണ്ണയിലേക്ക് എന്നെ താഴ്ത്തപ്പെട്ടുകൊണ്ട് വറുക്കുമെന്ന് പേടിച്ചിട്ടല്ല, പൊരിക്കപ്പെടുമെന്ന ഭീതി കൊണ്ടല്ല, പൊള്ളിച്ചുകൊണ്ട് എന്നെ കത്തിക്കുമെന്ന വേജാറ് കൊണ്ടല്ല, മറിച്ച് ഞാൻ കരഞ്ഞത് എന്റെ മുൻഗാമികളായ മഹാന്മാരെ ഓർത്തിട്ട. അവരിൽ എത്ര പേര് ഇതിനേക്കാൾ വലിയ പീഡനം സഹിച്ചവരാ, ഇതിനേക്കാൾ വലിയ കട്ടപ്പാട് സഹിച്ചവരാ. എന്റെ ചങ്കിലെ ചോരയായ കണ്ണിന്റെ കൃഷ്ണമണിയായ എന്റെ മജ്ജയിൽ ലയിച്ച, മാംസത്തിൽ ലയിച്ച, എന്റെ കൽബാകുന്ന കൊട്ടാരത്തിൽ പാർക്കുന്ന അല്ലാഹുവിന്റെ മുത്തായ ഞങ്ങളുടെ ഷഫീആയ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഈമാൻ ഞങ്ങളിലേക്ക് കൈമാറാൻ അവിടുത്തെ മുൻപല്ല് പൊട്ടി ഷഹീദായില്ലേ.
സുജൂദിന്റെ സമയത്ത് ചീഞ്ഞാറുന്ന ഒട്ടകം കഴുത്തിൽ ചാർത്തപ്പെട്ടില്ല, റസൂലുള്ളാഹിന്റെ മുഖത്ത് അടികൊണ്ടില്ല, നാഭിക്ക് ചവിട്ടുകൊണ്ടില്ല, കാലിന് ഏറുകൊണ്ടില്ല, നെരിയാണി പൊളിഞ്ഞില്ല, മുട്ടിന്റെ ചിരട്ട പൊട്ടിയില്ല, തൃപാദങ്ങളിൽ നിന്ന് രക്തം ഒഴുകിയില്ല. ഇതൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് ഒരേ ശരീരം മാത്രമേ ഉള്ളൂ. ആ ശരീരം നിങ്ങളങ്ങ് കത്തിച്ചാൽ എന്റെ അധ്വാനം തീർന്നില്ല. ഞാനിപ്പോൾ കൊതിക്കുന്നത് എനിക്കൊരു 1000 ശരീരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ 1000 ശരീരത്തിൽ ഓരോന്നും നിങ്ങൾ ചെമ്പിലിട്ടുകൊണ്ട് കത്തിക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾക്ക് തരാൻ 1000 ശരീരമില്ലല്ലോ, ഒറ്റ ശരീരമല്ലേ ഉള്ളൂ എന്നോർത്തുകൊണ്ടാ ഞാൻ പറയുന്നത് എന്ന് മഹാനവർകൾ പറയുമ്പോ ശത്രുക്കളുടെ മനസ്സാന്തരങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴങ്ങിയെങ്കിൽ ഇത് തന്നെയാണ് കാസർഗോട്ട് റിയാസും പറഞ്ഞിട്ടുണ്ടാവുക. മോരിയെ അറുക്കും പോലെ, പോത്തിനെ കശാപ്പ് ചെയ്യും പോലെ, കോഴിയെ അറുക്കും പോലെ, വെണ്ടക്ക വെട്ടും പോലെ, പത്തക്ക മുറിക്കും പോലെ, തക്കാളി അരിയും പോലെ, ഉള്ളി അരിയും പോലെ ഒരു പാവപ്പെട്ട മുഅദ്ദിനെ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് കൂർത്തമൂർത്ത വാളുകൊണ്ട് കലാപകാരികളാ മനുഷ്യ കാട്ടാളന്മാർ കടുത്തെറുക്കുമ്പോ റിയാസ് പറഞ്ഞിട്ടുണ്ടാകും, എനിക്കൊരു 100 ശരീരങ്ങളുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഓരോന്നും അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ എനിക്ക് പറ്റിയിരുന്നല്ലോ, പക്ഷെ എനിക്ക് ഒറ്റ ശരീരമല്ലേ ഉള്ളൂ എന്ന് റിയാസ് പറഞ്ഞിട്ടുണ്ടാകും. അത് തന്നെ തിരൂരങ്ങാടിയിലെ ഫൈസലും പറഞ്ഞിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ദീനിന് വേണ്ടി അധ്വാനിച്ചവർ പോകുന്നത് കണ്ടോ? പ്രിയപ്പെട്ട മുസ്ലിമേ, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, 100ാം വാർഷികമാണ് മഹല്ലിൽ കൊണ്ടാടുന്നതെങ്കിലോ കഴിഞ്ഞ 100 കൊല്ലം ഈ മഹല്ലിൽ ജീവിച്ച മഹാന്മാർ 5 വഖ്ത് നിസ്കരിക്കുന്നവരാ, ജുമുഅക്ക് നേരത്തെ വരുന്നവരാ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവരാ, അല്ലാഹ് എന്ന ബോധമുള്ളവരാ. ഇനി വരുന്ന 100 കൊല്ലമില്ലേ, അതൊരു 100 കൊല്ലം ഉണ്ടാകുമെന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വെച്ച് പരിശോധിച്ചാൽ ഇനി ഒരു 100 കൊല്ലം ദുനിയാവുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനിയത്തെ 100 കൊല്ലങ്ങൾ പരീക്ഷണത്തിന്റെ, പരാജയത്തിന്റെ, പോർവിളിയുടെ, സംഘട്ടനത്തിന്റെ, സംഘർഷത്തിന്റെ, യേശുവിന്റെ ഭീഷണിയുടെ, സമൂഹത്തിന്റെ നിന്ദതയുടെ, ഏതാണ് നമ്മളെന്നറിയോ? ഏറ്റവും ഉത്കൃഷ്ടരായ ഉന്നതരായ സമൂഹം എന്ന് വിശുദ്ധമായ ഖുർആൻ പൊക്കി പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് ഏറ്റവും മോശമായ പ്രവർത്തനങ്ങൾ വരികയാ, ഹീനമായ ചെയ്തികൾക്ക് സാക്ഷിയാവുകയാ, മനുഷ്യന്റെ കൽബ് പതറുന്ന റിപ്പോർട്ടുകൾ കടന്നു വരികയാ. SLCക്ക് പഠിക്കുന്ന കുട്ടി പഠനം കഴിഞ്ഞപ്പോ ബൾബ് ഓഫാക്കുന്നില്ല. ചോദിക്കുമ്പോ പറയുന്ന വാപ്പ തൊട്ടടുത്ത റൂമില, എപ്പോഴാ എന്റെ റൂമിലേക്ക് ഹാലലകി കയറി വരിക എന്നറിയില്ല. മലയാളക്കരയിൽ അതാ സ്വന്തം പെൺമക്കളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന ഒരു പിതാവിന് പോലീസുകാരൻ പിടിച്ചുകൊണ്ട്, ഓ മനുഷ്യ, സ്വന്തം മക്കളെ ഉപയോഗിച്ചുകൊണ്ട് ഈ നെറുകേട് നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ മലയാളക്കരയിൽ നിന്നൊരു പിതാവ് പറഞ്ഞ മറുപടി എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എരിവരി കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ചോര നീരാക്കി എല്ലുമുറയെ പണിയെടുക്കുന്നത് എന്റെ ഈ മക്കൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടിയാ. എന്നിട്ട് ഈ മക്കളെ കൊണ്ട് എന്റെ വികാര പൂർത്തീകരണത്തിന് എനിക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിലോ ഞാൻ മക്കൾക്ക് വേണ്ടി വെയിലുകൊണ്ട് ചോര നീരാക്കി പാടുപെട്ട് അത്യധ്വാനം നടത്തുന്നതിലോ എന്ത് അർത്ഥമാണെന്നൊരു പിതാവ് പോലീസുകാരനോട് പറയുമ്പോ, അല്ലാ 5 സെന്റ് ഭൂമിക്ക് വേണ്ടി വാപ്പയെ കൊല്ലുന്നവൻ ഈ സമൂഹത്തില്, 12 സെന്റ് ഭൂമിക്ക് വേണ്ടി ഉമ്മയെ കൊന്നവന് നമ്മുടെ തൊട്ടടുത്ത
സ്വന്തം ആങ്ങളയാ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ട കാരണത്താൽ മനം നൊന്നുകൊണ്ട് പെങ്ങന്മാർ മലപ്പുറം ജില്ലയിലടക്കം ആത്മഹത്യ ചെയ്യുകയാ. ഓ പ്രിയപ്പെട്ടവരെ, കേന്ദ്രവും കേരളവും അടക്കം അതാ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ രാജ്യങ്ങളും വിശുദ്ധമായ ഇസ്ലാമിന് നേരെ പുലി ചാടിക്കയറുമ്പോലെ ചാടിക്കയറുമ്പോ അമേരിക്കയിൽ ട്രംപാണെങ്കിലോ ഇന്ത്യയിൽ മോഡിയാണെങ്കിലോ എല്ലാം വിശുദ്ധമായ ഇസ്ലാമിന്റെ മക്കളോ അതാ പ്രതിക്കൂട്ടിലാക്കി പീഡിപ്പിക്കാൻ ഒരുമിച്ച് പരിശ്രമിക്കുമ്പോ നമ്മുടെ മക്കൾ പള്ളിയിലേക്കില്ല, തഖ്വയിലേക്കില്ല, നന്മയിലേക്കില്ല. ഔറത്ത് കാണിക്കുന്ന ട്രൗസറും ധരിച്ച് കയ്യിൽ മൊബൈലും പിടിച്ചുകൊണ്ട് ചുണ്ടിന്റെയും പല്ലിന്റെയും ഇടയിൽ കഞ്ചാവ് വെച്ചുകൊണ്ട് ആനകളെ പോലെ ചവിട്ടി മതിച്ചും പുലികളെ പോലെ കടിച്ചു കയറിയും പാമ്പുകളെ പോലെ വിഷമോദിയും ഈ നാട്ടില് ഏത് നാടുകളിലും ചെറുപ്പക്കാർ അലമ്പുകളായി നരകത്തിലേക്ക് തിരിയുമ്പോ ഓ മറന്നവരെ ഊസൈക്കുണ്ടി തൊട്ടുവന്നോ നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യുക എന്നാണ് ഖതീബ് പറഞ്ഞത്. അതുകൊണ്ട് ഈ മറവിയുടെ മായാലോകത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചവന്റെ തഖ്വയിലേക്ക് ഉണരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീർഘമായി പ്രസംഗിക്കാൻ പറ്റുന്ന സമയമല്ല, എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന മൂടുമല്ല. ഞാൻ ഒരു വലിയ യാത്രക്കടയിൽ നിർബന്ധിച്ചുകൊണ്ട്, ഞാൻ മറ്റൊരു പള്ളിയിൽ ഖതീബായിട്ടുള്ള ആളും കൂടിയാണ്, വെള്ളിയാഴ്ച മാത്രമേ കൂടുതൽ ഉണ്ടാവുള്ളൂ. എന്റെ പ്രിയ സുഹൃത്ത് എംകൊക്കെ അതുപോലെ ഇല്യാസ് ഒക്കെ വളരെ നിർബന്ധിച്ചുകൊണ്ട് വന്നു പോകാന്ന് കരുതി. ദീർഘമായ പ്രസംഗത്തിന് പറ്റുന്ന സമയമല്ല, ഞാൻ ചെറിയ ഉത്ബോധനം നടത്തിയതാണ്. അതുകൊണ്ട് ഇവിടെ അൽഹംദുലില്ലാ ഒരു 100ാം വാർഷിക സമ്മേളനം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഒരു പുതിയ കാൽവെപ്പിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാര, ജീവിതത്തിൽ സംഭവിച്ച അമളികളിൽ നിന്ന് പശ്ചാത്തപിച്ചുകൊണ്ട് തിരിച്ചു മടങ്ങുക. നമ്മളൊക്കെ ഈ ലോകത്തേക്ക് പറവെടുത്ത സമയത്ത് നമ്മുടെ അസ്ല് വളരെ പവിത്രമായിരുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, അല്ലാഹ് എന്നുള്ള ആ സൈറം കേട്ട്, ആ സംഗീതം കേട്ടുകൊണ്ടാണ് നമ്മൾ കണ്ണു തുറന്നത്. അപ്പൊ നമുക്ക് അല്ലാഹ് മതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓർപ്പിക്കുന്നത്, നമ്മൾ ജനിച്ച നാളിൽ മരിച്ചു വേണമെങ്കിൽ സ്വർഗത്തിലായിരുന്നു അല്ലെ? പ്രസവിക്കപ്പെട്ട ആ സമയത്ത് മരിക്കണമെങ്കിൽ സ്വർഗത്തിലല്ലായിരുന്നോ? ഇപ്പൊ മരിച്ച എവിടെയാണ്? ഇപ്പൊ മരിച്ച എവിടെയാണ്? എന്തേ ഉറപ്പ് പോയത്? എന്തേ ഉറപ്പ് പോയത്? അല്ല, ആവട്ടെ ആവട്ടെ, പക്ഷെ നമുക്ക് ആദ്യമെല്ലാം ഉറപ്പില്ലല്ലോ. എല്ലാരെയും അള്ളാഹു സ്വർഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. അത് അദ്ദേഹത്തിന് ദ്വാരണ്ട്. നമുക്ക് ഞാൻ ചോദിച്ചത് ദ്വാരക്കാൻ വേണ്ടി ചോദിച്ചല്ല, നമ്മളെല്ലാരും ദ്വാരക്കാണ്. ഇപ്പൊ ചോദിച്ചത് ആ ഉറപ്പ് എന്തേ ഇപ്പൊ പോയിന്ന ആ വ്യത്യാസം ഉണ്ട്, അത് ഇങ്ങോട്ട് പറയും, എന്നിട്ട് ദ്വാരക്കും. അത് പോകാൻ കാരണം നമ്മൾ കുറെ കള്ളത്തരം കാട്ടി നമുക്ക് എന്താ അറിയാം. അതുകൊണ്ടാണ് ഉറപ്പങ്ങോട്ട് പോയത്. ഇനി എന്താ വേണ്ട അറിയോ? ആ അടിസ്ഥാന പരിശുദ്ധിയിലേക്ക് തിരിച്ചു മടങ്ങാം. അതിന് പഞ്ചായത്തിന് നികുതി കൊടുക്കണ്ട, ഡീസൽ അടിക്കണ്ട, പെട്രോൾ അടിക്കണ്ട, പ്രധാനമന്ത്രിന്റെ ഒപ്പ് വേണ്ട, മുഖ്യമന്ത്രിന്റെ അപേക്ഷ വേണ്ട. എന്ത് മതിയെന്നോ? ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സംഭവിച്ചു വേണം ഉണ്ടാവില്ല പടച്ചോനെ എന്ന് പറഞ്ഞാൽ അള്ളി നമ്മളുള്ളത് കഴിഞ്ഞു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു സെക്കൻഡ് മതി. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് മാത്രം എന്തായിരുന്നു, ദീർഘമായ പ്രസംഗത്തിന് പറ്റുന്ന സമയമല്ല. പരിചയപ്പെടാനും സന്തോഷിക്കാനും വന്നതാണ്. എന്റെ പ്രിയ സുഹൃത്ത് റഹ്മാനിയാണ് അവിടുത്തെ ഖതീബ് എന്നുള്ളത് ഞാൻ ഇപ്പൊ പെട്ടെന്നാണ് അറിഞ്ഞത്. അപ്പൊ കാന്ത ഇരുമ്പും കൂടി തമ്മിൽ കണ്ടതുപോലെ ആയി. അതെങ്ങനെ ദ്വാക്കടയിൽ തന്നെ എന്നെ എങ്ങനെ നോക്കണ്ട്, ചോർന്നു പോകണ്ടോ എന്നുള്ള ആൾക്ക്. അപ്പൊ ഞങ്ങള് രണ്ടാളും ഒരേ കോളേജിലും പാസ്സായ ആളുകൾ. അള്ളാഹുത്തല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഈ സഹസ അള്ളാഹു ഒരുമിച്ച് കൂടിയ നമുക്ക് ഇതിനേക്കാൾ സന്തോഷത്തിന് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമായി സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മറ്റുള്ള ദുആയും കാര്യങ്ങളൊക്കെ നടത്തുന്ന